السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. വേദിയിലുള്ള ബഹുമാന്യനായ അധ്യക്ഷൻ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ഭാരവാഹി കൂടിയായ ഡോക്ടർ ഷാനവാസ് സുല്ലമി, മറ്റു സംഘടനാ സാരഥികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ശബ്ദത്തിൻ്റെ അടുത്തും അകലെയുമായി പ്രഭാഷണം ശ്രദ്ധയോടുകൂടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുറുക്കോളിയിലെ നല്ലവരായ നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീന് സംസാരിക്കുന്ന ഒരു സദസ്സിൽ സന്നിഹിതരാകാനുള്ള തൗഫീക്ക് നമുക്കേവർക്കും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. നാം ഇവിടെ ചിലവഴിക്കുന്ന ഈ സമയം ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നിർഭയത്വം തൗഹീദിലൂടെ എന്ന സവിശേഷമായ ഒരു പ്രമേയം തിരഞ്ഞെടുത്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന സംവിധാനമായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിക്കൊണ്ടിരിക്കുന്ന അഹ്ലുസുന്ന ആദർശ പ്രയാണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരുമിച്ചുകൂടൽ ഉണ്ടായിട്ടുള്ളത്. ഇത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ ഏപ്രിൽ 12-നാണ് ബഹുമാന്യനായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ഈ ഒരു ആദർശ പ്രയാണത്തിൻ്റെ പ്രഖ്യാപനം കോഴിക്കോട് വെച്ചുകൊണ്ട് നിർവഹിച്ചത്. അന്ന് മുതൽ ഇന്നുവരെയും കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഇതുപോലെയുള്ള ഇടത്തരം അങ്ങാടികളിലുമൊക്കെയായി ഒട്ടനവധി പരിപാടികൾ വളരെ ഹൃദ്യമായ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് അതിൻ്റെ സംഘാടകർ എന്ന നിലയ്ക്ക് ഞങ്ങളെയൊക്കെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ വളവന്നൂർ മണ്ഡലവും ഈ കുറുക്കോളിയിലെ ഇതിൻ്റെ പ്രവർത്തകരും ഈ ഒരു പ്രയാണത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം വളരെ ശ്രദ്ധേയമായ ഈ ഒരു അങ്ങാടിയിൽ മനോഹരമായി സംഘടിപ്പിക്കുകയും ചെയ്തതിലുള്ള സന്തോഷവും ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഘട്ടത്തിൽ 2 പ്രമേയങ്ങളാണ്
ഈ സംഘടന മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മൾ ഇന്നിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിർഭയത്വം തൗഹീദിലൂടെ എന്ന വിഷയം. മറ്റൊന്ന്, ഇതിൻ്റെ വിദ്യാർത്ഥി ഘടകമായ വിസ്ഡം സ്റ്റുഡൻസ് കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന ഒരു ടൈറ്റിലിൽ നിന്നുകൊണ്ടുള്ള പ്രത്യേകമായൊരു പ്രമേയം മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാമും ഈ ഘട്ടത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ഈ വേനൽക്കാലത്ത് നമ്മുടെ മക്കൾക്ക് ദിശാബോധം നൽകുക എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും ജാതി മതഭേദമന്യേ സംഘടനാ സംവിധാനങ്ങൾ ഭേദിച്ചുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തങ്ങളുടെ കുട്ടികളെ ഈ സോഷ്യൽ മീഡിയയുടെ അടിമത്തത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താം. ഇതാഗ്രഹിക്കാത്ത ഒരു വിഭാഗം ആളുകളുമില്ല. ഒരു സ്ത്രീയുമില്ല, ഒരു പുരുഷനുമില്ല, ഒരേത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, എല്ലാവർക്കും അതൊരാവശ്യം. എന്താ കുട്ടികളെ ചെയ്യാം എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് വിസ്ഡം സ്റ്റുഡൻസ് കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന സവിശേഷമായ ഒരു ഹെഡിങ് സ്വീകരിച്ചുകൊണ്ട് ഒരു സന്ദേശം ഇവിടെ പറയുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ ഒരൊറ്റ വാക്കിൽ അതിന് സൂചിപ്പിക്കുന്നത്, ഈ ഒരു സമയത്ത് നമ്മൾ കുട്ടികളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ നിങ്ങൾക്ക് എങ്ങനെ എൻഗേജ് ചെയ്യാം, എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവരെ ക്രിയാത്മകമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാമെന്നതിന് വളരെ വ്യക്തമായൊരു പ്ലാനും പദ്ധതിയുമാണ് അൽഹംദുലില്ലാ ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായി വിസ്ഡം സ്റ്റുഡൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായി മാറാൻ പറ്റും, നിങ്ങളുടെ കുട്ടികൾക്ക് ഭാഗമായി മാറാൻ പറ്റും. അത് പ്രത്യേകം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഈ വളവന്നൂരിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു മുജാഹിദ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു നാമമാണ് ബഹുമാന്യനായ KP മുഹമ്മദ് മൗലവി. ഞാൻ ഇങ്ങോട്ട് വരുന്ന സന്ദർഭത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ ഷാനവാസ് സുല്ലമി KP മുഹമ്മദ് മൗലവി ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുത്ത വളർച്ചയെ സംബന്ധിച്ചും ഇന്ന് വളവന്നൂർ പ്രദേശം തൗഹീദിന് പാകപ്പെട്ട ഒരു മണ്ണായി പരിവർത്തിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ അവർ നടത്തിയ കഠിനാധ്വാനങ്ങളെ കുറിച്ചുമൊക്കെ വളരെ സരസമായി, ഹ്രസ്വമാണെങ്കിലും പ്രൗഢമായി ഇവിടെ അവതരിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. സഹോദരങ്ങളെ, ഈ ഘട്ടത്തിൽ നമ്മളെല്ലാവരും അത് ഓർക്കണം, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവർ ഉഴുതുമറിച്ച ഭൂമിയിലാണ് നമ്മൾ വിത്തിട്ടത്. ആ വിത്താണ് വളർന്ന് വലുതായത്. അത് വളർത്തി വലുതാക്കുക എന്നത് ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞേക്കാം. പക്ഷെ അതിന് നിലം ഒരുക്കുക എന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അത് നിലമൊഴുകാൻ, ഇളക്കി മറിക്കാൻ അങ്ങേയറ്റം ക്ഷമയും ത്യാഗവും സഹനവും ആവശ്യമാണ്. അതാണ് ബഹുമാന്യനായ KP മുഹമ്മദ് മൗലവിയെ പോലെയുള്ള, NV അബ്ദുസ്സലാം മൗലവിയെ പോലെയുള്ള, PP ഉണ്ണിയൻകുട്ടി മൗലവിയെ പോലെയുള്ള പഴയകാല നേതാക്കന്മാരൊക്കെ നിർവഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൗത്യം. അവരൊക്കെ മണ്ണോട് ചേർന്നു പോയി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. പലപ്പോഴും നമുക്കുള്ളൊരു പ്രശ്നം, നമ്മിൽ സജീവമായി നിലകൊള്ളുന്ന ആളുകളെ നമുക്ക് ഓർമ്മയുണ്ടാവും. എന്നാൽ അവർ അള്ളാഹുവിൻ്റെ വിളി കേട്ട് തിരിച്ചുപോയാൽ പലർക്കും പിന്നെ അത് ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ ആവരുത്. അതേപോലെ തന്നെ സജീവമായി പ്രവർത്തന രംഗത്തുള്ള ആളുകൾ, അവർ രോഗികളായി വീടകങ്ങളിലേക്ക്, റൂമുകളിലേക്ക്, ആശുപത്രികളിലേക്ക് ഒതുങ്ങിപ്പോയാൽ അതും പലർക്കും പിന്നീട് ഓർമ്മയുണ്ടാവില്ല. അതൊന്നും അങ്ങനെ ആയിക്കൂടാ എന്നതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത്തരം ആളുകളെയൊക്കെ കാണുകയും സംസാരിക്കുകയും അവരെയൊക്കെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നത് പ്രധാനമാണ്. കാരണം തൻ്റെ യുവത്വ കാലഘട്ടങ്ങളിൽ ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത പല ആളുകളും പിന്നീട് തളർച്ച ബാധിച്ച്, പ്രയാസം ബാധിച്ച് മാറി നിൽക്കുമ്പോൾ ഇതൊക്കെ അവരറിയുന്നുണ്ടാവും. പക്ഷെ അവർക്ക് വല്ലാത്ത സങ്കടമാണ്. നേരത്തെ കണ്ടിരുന്ന ആളുകളെ കാണാത്തതിലുള്ള വിഷമമുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ സന്ദർശിക്കണം, പ്രാർത്ഥിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിർഭയത്വം തൗഹീദിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
എന്നത് ഞാൻ പ്രസംഗിച്ച് നിങ്ങളെ പ്രത്യേകമായി ബോധ്യപ്പെടുത്തേണ്ട ഒരു വിഷയമല്ല. കാരണം അത് എല്ലാവർക്കും മനസ്സിലാകാവുന്ന, പ്രത്യേകിച്ച് വളവന്നൂർ പോലെയുള്ളൊരു പ്രദേശത്ത് അത് മനസ്സിലാകാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാർക്ക് വിഭവശേഷികൾ കൂടുതലാണ്. എല്ലാ നിലക്കുമുള്ള വിഭവശേഷികൾ ഇന്നുണ്ട് മനുഷ്യന്. പട്ടിണി ഒട്ടുമേ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പഴയ കാലത്തെ അപേക്ഷിച്ച് പട്ടിണിയില്ല. അതിന് ഇവിടെയുള്ള കാരണവന്മാർ സാക്ഷി പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങളുടെയൊന്നും പ്രായത്തിൽ, ചെറുപ്പത്തിൽ അത്ര വലിയ പട്ടിണിയൊന്നും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. പക്ഷെ പട്ടിണി അനുഭവിച്ച ഞങ്ങളുടെ വല്യപ്പന്മാര്, ഉപ്പന്മാര്, അതുപോലെയുള്ള ആളുകളുടെ അവർ അനുഭവിച്ച പ്രയാസങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഇടത്തനാട്ടുകര സ്വദേശിയാണ്. ഈ വളവന്നൂര് പോലെ, രണ്ടത്താണി പോലെ, എടവണ്ണ പോലെ, അരീക്കോട് പോലെ, തിരൂരങ്ങാടി പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലവും പൂറ്റില്ലവുമായി അറിയപ്പെടുന്ന ഒരു നാടാണ്. അവിടങ്ങളിലുള്ള കാരണവന്മാരൊക്കെ അവരുടെ ചെറുപ്പകാലത്ത് അനുഭവിക്കുന്ന വേദനകൾ പറയാറുണ്ട്. എൻ്റെ വല്യപ്പയിൽ നിന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പട്ടിണി കൊണ്ട് പ്രയാസപ്പെട്ട് താളും തവരയും തിന്ന് ജീവിച്ച ഒരു കാലം. ഏതെങ്കിലും ഒരു വീട്ടിൽ വലിയ ചെമ്പിൽ കഞ്ഞി ഉണ്ടാക്കും. ആ തിളച്ച കഞ്ഞി വാങ്ങുന്നതിന് വേണ്ടി ആളുകൾ പാത്രവുമായി ഒരുമിച്ച് അതിന്റെ ചുറ്റുഭാഗവും നിൽക്കുന്ന കാഴ്ചകൾ. അങ്ങനെ ഒരു നാടായിരുന്നു നമ്മുടെ നാട്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ഇന്നെന്താണ് അവസ്ഥ? ഇന്ന് വീടകങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, എല്ലാവരും പുറത്താണ്. ആ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ പകുതി സാധനങ്ങൾ ബാക്കിയാണ്, വേസ്റ്റാണ്. അങ്ങനെയുള്ള ഒരു മതിമറന്ന സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ കാലം കടന്നു പോകുന്നത്. പക്ഷേ ഈ വിഭവശേഷി വളർന്നിട്ടും ഇന്ന് AC ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. പക്ഷെ AC ഉപയോഗിച്ചിട്ട് ചൂടിന് യാതൊരു ആശ്വാസവും കിട്ടുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ടും നമ്മുടെ ആമാശയം നിറയുന്നുണ്ട് എന്നല്ലാതെ മനസ്സ് പലപ്പോഴും നിറയുന്നില്ല. മനുഷ്യനെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ആ സൗകര്യങ്ങൾ കൊണ്ടൊന്നും ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല. കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടും ഇന്റർനെറ്റ് വ്യാപകമായിട്ടും മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ പലപ്പോഴും പഴയതുപോലെ ഇല്ല. ഇതൊരു വസ്തുതയാണ്. അപ്പൊ മനുഷ്യന് സമാധാനം ഉണ്ടാവുക, സ്വസ്ഥതയുണ്ടാവുക എന്നത് അത് ഭൗതിക വിഭവങ്ങൾ കൊണ്ട് മാത്രം സാധ്യമല്ല. അത് മനുഷ്യനിർമ്മിതമായ തത്വശാസ്ത്രങ്ങൾ കൊണ്ടും സാധ്യമല്ല. മറിച്ച് മനുഷ്യന് മനസ്സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, അഥവാ വിശുദ്ധ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങൾ നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, അതിന്റെ വിശദീകരണമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വന്നാൽ, അതാര് സ്വീകരിക്കുന്നുവോ, ആരുൾക്കൊള്ളുന്നുവോ, അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, അവർക്കൊരിക്കലും വിഷമിക്കേണ്ടി വരില്ല. ഇതാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അതിന് നേരെ എതിരൊന്നു നോക്കൂ നിങ്ങൾ. സമാധാനത്തിന് വേണ്ടി, നിർഭയത്വത്തിന് വേണ്ടി മനുഷ്യനിർമ്മിതമായ തത്വശാസ്ത്രങ്ങളെയും നമ്മുടെ ബുദ്ധിയിൽ തോന്നിയ ചില ഫോർമുലകളെയും അന്വേഷിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നിറങ്ങിയ ഈ മതത്തിന്റെ ആധാരശിലകളെയാണ് നാം അകറ്റി നിർത്തുന്നത് എങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും, നിങ്ങൾ വിഷമിക്കേണ്ടി വരും എന്നത് തന്നെയാണ് അതിന്റെ മറുവശം. അതാണ് ഈ വളവന്നൂരിലും പരിസര പ്രദേശങ്ങളിലും ഏതെങ്കിലും വീടകങ്ങളിൽ ആർക്കെങ്കിലും മനസ്സമാധാനമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ, ഏതെങ്കിലും കുടുംബങ്ങൾ തമ്മിൽ തെറ്റി പിണങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ, ഏതെങ്കിലും അയൽവാസികൾ തമ്മിൽ പിണക്കങ്ങളുണ്ട് എങ്കിൽ, ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പ്രയാസങ്ങളുണ്ട് എങ്കിൽ, ഈ വളവന്നൂർ പ്രദേശം ഉൾക്കൊള്ളുന്ന മലപ്പുറം ജില്ലയാകട്ടെ, മലപ്പുറം ജില്ല ഉൾക്കൊള്ളുന്ന കേരള സംസ്ഥാനമാകട്ടെ, കേരള സംസ്ഥാനം ഉൾക്കൊള്ളുന്ന ഇന്ത്യ മഹാരാജ്യമാകട്ടെ, ഇന്ത്യ ഉൾക്കൊള്ളുന്ന ഏഷ്യ ഭൂഖണ്ഡമാകട്ടെ, മറ്റേത് ഭൂഖണ്ഡങ്ങളാകട്ടെ, എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവരെല്ലാം തന്നെ സമാധാനത്തോടുകൂടി ജീവിച്ചു പോകണമെന്നുണ്ട് എങ്കിൽ അവരെ സൃഷ്ടിച്ച സട്ടാവിന്റെ മാർഗനിർദ്ദേശത്തിലേക്ക് തിരിച്ചു വരിക എന്നത് മാത്രമാണ് പരിഹാരമായിട്ടുള്ളത്. അതിൽ നിന്ന് മനുഷ്യൻ എത്രമേൽ അകന്നു പോകുന്നുവോ
അതിനനുസരിച്ച് അന്തസംഘർഷങ്ങളിലേക്ക് അവൻ എടുത്തെറിയപ്പെടുമെന്നതിന്റെ നേർക്കാഴ്ചയാണ് പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അതിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ മീഡിയകളിൽ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ കടന്നു ചെന്നുകൊണ്ട് മനുഷ്യരെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ, നിർഭയത്വം ഉണ്ടാകാൻ, അതിലേറ്റവും പ്രധാനമായത് അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഒന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാവുകയുള്ളൂ, സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന സുപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് 300 ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഡിപ്രഷൻ രോഗത്തിന് അടിമകളാണത്രേ. ഓരോ സെക്കൻഡിലും ലോകത്ത് 40 പേരിലധികം ആളുകൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലഹരി ഉപയോഗത്തിന്റെ മൂലം നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ 120% നമ്മുടെ കേരളത്തിൽ പോലും അതിന്റെ വർധനയായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. രക്തബന്ധത്തിൽപ്പെട്ടവരെ ക്രൂരമായി കൊല ചെയ്യുന്ന ഒരു കലാപരിപാടി ഏതാനും നാളുകളായി കേരളത്തിൽ നാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സംഭവങ്ങൾ കഴിയുമ്പോഴും ഇത് അവസാനത്തേതാകുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതിനേക്കാൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് നമ്മുടെ കൺമുമ്പിലൂടെ മാറി മറിയാറുള്ളത് എന്നതിന് ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരാകട്ടെ, സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ, മനപ്രയാസമുണ്ടെങ്കിൽ അതിന് പരിഹാരമെന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക, ദീനിലേക്ക് മടങ്ങുക എന്നത് മാത്രമാണ്. അതിന് പകരം ആളുകൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സമാധാനം കിട്ടാൻ വേണ്ടി നൈമിഷികമായ ആസ്വാദനങ്ങളുടെ പിന്നാലെ പോവുകയാണ്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ പിന്നാലെ പോവുകയാണ്. എന്താണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? നൈമിഷികമായ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഉന്മാദം, ഒരു സന്തോഷം. അതിനുള്ള വഴിയാണ് മയക്കുമരുന്നുകൾ, അതിനുള്ള വഴിയാണ് കഞ്ചാവ്, അതിനുള്ള വഴിയാണ് MDMA. അത് ഉപയോഗിക്കുമ്പോ ശരീരത്തിൽ ആ ബ്ലഡിനൊന്ന് ചൂടാവും, അതിന്റെ ഡോസ് കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ തന്നെയാവും. പിന്നെ ആ അവസ്ഥ കിട്ടണമെങ്കിൽ കൂടുതൽ ഡോസ് ഉപയോഗിക്കണം. അപ്പൊ ബോധം ഉണ്ടാകുന്ന സമയത്ത് മനസ്സിന് സ്വസ്ഥത അല്ലെങ്കിൽ പിന്നെ കണ്ട മാർഗം എന്താ? ബോധം തന്നെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. അതിനുള്ള മരുന്ന് അടിച്ചു കയറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും മനുഷ്യന് സമാധാനം കിട്ടൂല. അതല്ലെങ്കിൽ ഉച്ചത്തിൽ മ്യൂസിക് ഇട്ടുകൊണ്ട് അവിടെ തുള്ളുക, അവിടെ ഒരു DJ പാർട്ടിയിൽ പങ്കെടുക്കുക. ഇന്നെല്ലാ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും, പണ്ടൊക്കെ നമ്മുടെ ട്യൂഷൻ സെന്ററുകൾക്ക് ഒരു ഐക്കണായി പറഞ്ഞിരുന്നത് എന്താ? ട്യൂഷൻ സെന്ററിൽ ഏറ്റവും നന്നായി പഠിപ്പിക്കുന്നത് ഏതാണ്, നല്ല വിജയ ശതമാനമുള്ളത് ഏതാണെന്ന് നോക്കിയിട്ടാണ് കുട്ടികൾ ചേർന്നിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു മാസത്തിൽ എത്ര DJ പാർട്ടി നടത്തുന്ന സ്ഥാപനമാണ് നോക്കിയിട്ടാണ് കുട്ടികൾ പലരും ചെയ്യുന്നത്. അതുകൊണ്ട് മത്സരിച്ച് വെക്കുകയാണ്. ആണും പെണ്ണും കൂടിയാടി അവിടെ ലഹരി ഉപയോഗിച്ച് മറ്റവന്റെ തലക്ക് നഞ്ചക്ക് കൊണ്ട് അടിച്ചു കൊന്ന്, അതൊക്കെയാണ് രസമെന്ന് വിചാരിച്ച് കടന്നു പോകുന്ന ഒരു പുതിയ തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ സമാധാനം കിട്ടാൻ ഒരു ഭാഗത്ത് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ സാഹചര്യങ്ങളാണ്. മറുഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? സമാധാനം കിട്ടാൻ വേണ്ടി മതത്തിലേക്ക് വരുന്നു ആൾക്കാർ, ആത്മീയതയിലേക്ക് വരുന്നു ആൾക്കാർ. പക്ഷെ ആത്മീയതയിലേക്ക് വന്നിട്ട് അവിടെയും പോയിട്ട് എന്താ ചെയ്യുന്നത്? അതിന് ചൂഷണം ചെയ്യാൻ ആൾക്കാർ. ആളുകളുടെ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, നിങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഞങ്ങൾ സഫലീകരിച്ചു തരാം, ഇവിടെ നിങ്ങൾ തുലാഭാരം നടത്തിയാൽ മതി. അതിന് ലക്ഷങ്ങൾ വേണം. ആ കാശ് അവിടെ കൊടുത്ത ആളുകളെ കൊണ്ട് തുലാഭാരം ചെയ്യിപ്പിക്കുന്നു. എന്നിട്ടും സമാധാനമില്ല. അപ്പൊ വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യും. എന്നിട്ടും സമാധാനമില്ല. അപ്പൊ വേറൊരു സ്ഥലത്ത് പോയി അവിടെ ജാറം മൂടും. എന്നിട്ടും സമാധാനമില്ല. അപ്പൊ വേറൊരു സിദ്ധന്റെ അടുക്കൽ പോകും. എന്നിട്ടും സമാധാനമില്ല. വേറൊരു തങ്ങളെടുത്ത് പോകും. ഇവിടങ്ങളിലൊക്കെ താൻ കഠിനാധ്വാനം ചെയ്ത് ഈ പൊരിവയിലത്ത് അധ്വാനിച്ചുണ്ടാക്കിയ, വിദേശ രാജ്യങ്ങളിൽ മണലാരണ്യത്തോട് മല്ലടിച്ചുണ്ടാക്കിയ, തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട, വിദ്യാഭ്യാസം കൊടുക്കേണ്ട ആ കാശാണ് ഇത്തരം സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? സമാധാനം ഉണ്ടാകാൻ വേണ്ടി. അപ്പൊ ഒരു ഭാഗത്ത് അധാർമികമായ മദ്യത്തിലേക്കും മദിരാശിയിലേക്കും സംഗീതത്തിലേക്കുമാണ് ആളുകൾ സമാധാനം തേടി, നിർഭയത്വം തേടി അലയുന്നത് എങ്കിൽ, മറുഭാഗത്ത് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് മതത്തിന്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ പല ആളുകളും വിരിച്ചു വച്ചിരിക്കുന്ന വലക്കണ്ണികളിലേക്ക്
അതിൽ പോയി കുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തും മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ അറിയുക. ആരാണ് അള്ളാഹ്? ആ പടച്ചോനാണ് എന്നെ സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, എന്നെ സദാസമയവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അള്ളാഹുവിന്റെ നിയന്ത്രണങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന ഒരു ബോധം ഒരു മനുഷ്യനുണ്ടായാൽ ആ മനുഷ്യൻ അച്ചടക്കമുള്ളവനായി. ഈ കുറുക്കോൾ അങ്ങാടിയിൽ പല കടകളിലും CCTV വെച്ചിട്ടുണ്ടാവും. എന്തിനാ? ആ CCTV ക്യാമറ ഉണ്ട് എന്ന ബോർഡും വെച്ചിട്ടുണ്ടാവും. അവിടെ ആളുകൾ അച്ചടക്കത്തോടു കൂടി പെരുമാറാൻ വേണ്ടിയാണത്. അതിന്റെ ലോജിക്ക് എന്താ? ലളിതയുക്തിയാണ്. നിങ്ങളെ ഒരാൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആരും കാണാതെ എന്ത് ചെയ്താലും എന്തെടുത്താലും അത് അറിയുന്ന ഒരാളുണ്ട് ഇവിടെ, സംവിധാനമുണ്ട് ഇവിടെ. ആധുനിക ലോകം പുരോഗമിച്ചിട്ടും അവിടേക്കല്ലേ എത്തിയിട്ടുള്ളൂ. എന്നാൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യരാശി നന്നാകണമെങ്കിൽ ഇതാ നിങ്ങളെ സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബുൽ ആലമീനുണ്ട്. ആ റബ്ബുൽ ആലമീന് റേഞ്ച് വേണ്ട, സ്ഥലകാല സാഹചര്യങ്ങളില്ല, കറണ്ട് പോയാൽ വർക്ക് ചെയ്യാത്ത പ്രശ്നമില്ല. ഒരിക്കലും ഇതിനോടൊന്നും ഉപമിക്കാൻ കഴിയാത്തതാണ് റബ്ബുൽ ആലമീൻ. കാരണം ഇതിനെല്ലാം പടച്ചു പരിപാലിക്കുന്നവനാണ്. നമ്മളിവിടെ എന്ത് പറയുന്നു എന്നതല്ല, പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു എന്ന് പോലും അടയാളപ്പെടുത്താൻ കഴിവുള്ളവനാണ് പടച്ച തമ്പുരാൻ. അണ്ണുമണിത്തൂക്കം നന്മ നിങ്ങൾ ചെയ്താൽ അത് കാണും, അണ്ണുമണിത്തൂക്കം തിന്മ ചെയ്താലും നാളെ പരലോകത്തത് കാണും. എത്ര വലിയ ഇസ്രയേലാണെങ്കിലും അമേരിക്കയാണെങ്കിലും ജൂത സൈനിസ്റ്റ് ലോബികളാണെങ്കിലും പിഞ്ചോമന പൈതങ്ങൾക്ക് തലക്ക് മുകളിൽ ബോംബിട്ട് അവരെ ഇല്ലാതെയാക്കുന്ന ആളുകളാണെങ്കിലും അത് ചോദ്യം ചെയ്യാൻ രാജ്യത്തും ലോകത്തും ആരുമില്ല എങ്കിലും അവർക്കെല്ലാം മറുപടി പറയേണ്ടുന്ന ഒരു ലോകം വരാനുണ്ട്. മാലികി യൗമിദ്ദീൻ, അതെ, പ്രതിഫല നടപടിയുടെ ഉടമസ്ഥനായ പടച്ച തമ്പുരാന്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഹാമാനും കാറൂനും ഫിർഔനും മാത്രമല്ല, ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഏകഛത്രാധിപതികളായി ആരൊക്കെ വിലസിക്കൊണ്ടിരിക്കുന്നുണ്ടോ അവരെല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ കടന്നു വരും. ഇതാണ് നിർഭയത്വത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. എനിക്കിവിടെ നിന്ന് നീതി കിട്ടിയില്ല എങ്കിലും, ഞാനിവിടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചെങ്കിലും എനിക്കെല്ലാം കിട്ടുന്ന ഒരു ലോകമുണ്ട്, അതാണ് പരലോകം. അപ്പൊ അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോകത്തിലുള്ള വിശ്വാസവും ഒരു വ്യക്തിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു വിഭവമില്ലെങ്കിലും ഒരു പ്രയാസമല്ല. ഖന്തക്ക് യുദ്ധകാല സമയത്ത് കിടങ്ങു കുഴിക്കുമ്പോൾ പ്രവാചകന്റെ കൂടെയുള്ള സഹാബികൾ പറഞ്ഞു, പ്രവാചകരെ വിശന്നിട്ട് വയ്യ, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞങ്ങൾ കല്ല് കെട്ടി വെച്ചിട്ടാണ് ഞങ്ങൾ ഈ കിടങ്ങു കുഴിക്കുന്നത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ആ വസ്ത്രം പൊക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കല്ലല്ലേ കെട്ടിവെച്ചത്, എന്റെ വയറ്റിൽ 2 കല്ലുണ്ട് എന്ന്. എന്തു മനസ്സിലായി? അവർ പട്ടിണി കിടന്നതുകൊണ്ട് ഈ ആദർശത്തെ വലിച്ചെറിഞ്ഞിട്ടില്ല. അവർക്ക് മാനസികമായി മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ ആദർശത്തെ അവർ വലിച്ചെറിഞ്ഞിട്ടില്ല. കാരണം പട്ടിണിയും പരിവട്ടവും ഉണ്ടായാലും വീട്ടിൽ തീ പുകയാത്ത നാളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഈ ലോകമല്ല യഥാർത്ഥ ജീവിതം, പരലോകത്താണ് എന്ന് വിശ്വസിച്ചവരായിരുന്നു അവർ. ആ വിശ്വാസത്തിലേക്ക് ഈ മാനവരാശിയെ തിരിച്ചു വിളിക്കുകയല്ലാതെ നിർഭയത്വം ഉണ്ടാകാൻ, സമാധാനമുണ്ടാകാൻ കുറുക്കു വഴികളില്ല എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നത്, നമ്മൾ അള്ളാഹുവിന് കീഴ്പ്പെടുക. എന്ത് വിഷമവും ബുദ്ധിമുട്ടും പ്രയാസമുണ്ടെങ്കിൽ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക, പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതാണ് 5 തവണ നമ്മൾ ഫാത്തിഹ സൂറത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വിശ്വാസം, അതിൽ മായം ചേർക്കാതിരിക്കുക. എന്നാൽ ഒരു പ്രയാസവും നമുക്ക് വരില്ല, ഒരാളെയും നമ്മൾ ഭയപ്പെടുകയും വേണ്ടിയില്ല. ഇപ്പൊ എന്താ അവസ്ഥ? മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ തന്നെ രാവിലെ ഒരു ദീർഘയാത്രയ്ക്ക് വേണ്ടി ഷെഡിൽ നിന്ന് കാറെടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാല് ആ കാറിന്റെ മുന്നിലൂടെ ഒരു കറുത്ത പൂച്ചൻ ഓടിയാൽ അപ്പൊ ഇങ്ങനെ കയ്യും കാലും പുറക്കും ചില ആൾക്കാർക്ക്. ഇനി പോയാൽ ശരിയാവില്ല, ഇനിയിപ്പോ ഇന്ന് കാര്യം നടക്കൂല, ഇന്ന് വണ്ടി വിട്ടാൽ ശരിയാവില്ല, ഇന്നിപ്പോ ഈ ഹൈവേ കൂടെയൊക്കെ പോവാൻ എന്നെ കൊണ്ട് കഴിയൂല. കാരണം എന്താ? ഒരു കറുത്ത പൂച്ച വിലങ്ങ് പാഞ്ഞാൽ അവിടെ തീരെയാണ് ചില ആൾക്കാരുടെ വിശ്വാസം, അവിടെ തീരെയാണ് ചില ആളുകളുടെ നിർഭയത്വം. പിന്നെ എന്ത് വിശ്വാസ? എന്താണ് ആളുകൾ ഇപ്പൊ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയത്? ഒരു കറുത്ത പൂച്ച വിലങ്ങു പാഞ്ഞാൽ തീരാവുന്നതാണോ നമ്മുടെ നിർഭയത്വം എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. അല്ലെങ്കിൽ ചില ആളുകളുടെ അരയിലോ കയ്യിലോ എവിടെയെങ്കിലും കുട്ടികൾക്കൊക്കെ കെട്ടിക്കൊടുത്ത ഏലസുകൾ ഉണ്ടാവും, അരഞ്ഞാണങ്ങൾ ഉണ്ടാവും. അതെങ്ങാനും പൊട്ടിപ്പോയാൽ
ചിലപ്പോൾ ഓപ്പറേഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഡോക്ടർ പരിശോധിക്കുന്ന സമയത്തോ എങ്ങാനും അതൊന്ന് കഴിച്ചു വെക്കുക എന്തെങ്കിലും ചെയ്താൽ അതോടുകൂടി ആകെ ബേജാറായി, വെപ്രാളായി, പ്രയാസമായി. അപ്പൊ അവർക്ക് സമാധാനം ഉണ്ടാകുന്നത് ആ ചരടിലാണ്. ചിലർക്ക് സമാധാനം കണ്ടെത്തുന്നത് നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളിലുമാണ്. എന്താ അവിടെ? എന്നാ അവൻ മുസ്ലിമാണ്, അവൻ ഇസ്ലാമിന്റെ പേരാണ്, അവൻ പള്ളിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളിൽ അവന് യാതൊരു വസ്തുതയും മനസ്സിലായിട്ടില്ല. ഇവിടെയാണ് നിർഭയത്വം നഷ്ടപ്പെടുന്ന മുസ്ലിം സമുദായത്തെ നമ്മൾ കാണുന്നത്. എന്താ അവിടെ പ്രശ്നം? ഒരൊറ്റ പോയിന്റ് അവർ മനസ്സിലാക്കിയില്ലെന്നുള്ളതെന്ന് മാത്രം. എന്താണ് ആ പോയിന്റ്? നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഇവിടെ നമുക്ക് അഭൗതികമായ മാർഗത്തിലൂടെ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെ നമ്മളെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും ഉപദ്രവങ്ങൾ ഉണ്ടാക്കുവാനും ഉപദ്രവങ്ങൾ തടയാനും ഒരു മഹ്ലൂക്കിനും കഴിയില്ല. ഒരു കറുത്ത പൂച്ചക്കും കഴിയില്ല, ഒരു ഏലസിനും കഴിയില്ല, ഒരു ഉറുക്കിനും കഴിയില്ല, ഒരു നൂലിനും കഴിയില്ല, ഒരു സിദ്ധനും കഴിയില്ല, ഒരു തങ്ങൾക്കും കഴിയില്ല, ഒരു ബീവിക്കും കഴിയില്ല, ഒരു കുട്ടിച്ചാത്തനും കഴിയില്ല, ഒരു ശൈത്താനും കഴിയില്ല, ഒരു ജിന്നിനും കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല, ഒരു ആൾ ദൈവത്തിനും കഴിയില്ല. അത് കഴിയുന്നവൻ റബ്ബുൽ ആലമീൻ മാത്രമാണ്. ഇത് വിശ്വസിക്കുന്നതോടുകൂടി പിന്നെ നമ്മൾ ആരെ ഭയപ്പെടുന്നു? അള്ളാഹുവിനെ മാത്രമേ നമ്മൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ. ആ വാക്ക് പഠിച്ചു വെക്കണം. അത് തിരിയാത്തവൻ നട്ടം തിരിയും. അവനാണ് പൂച്ചയെ കാണുമ്പോൾ തിരിച്ചു നടക്കുന്നത്. അവനാണ് ഏലസിന്റെ കയറച്ചു പോകുമ്പോൾ കൈവിറച്ചു പോകുന്നത്. അവനാണ് സിദ്ധന്മാരും അതുപോലെയുള്ള തങ്ങന്മാരും എന്തെങ്കിലും പറയുമ്പോഴേക്ക് ചഞ്ചലനായി മാറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മനസ്സിലാകാതെ പോയത് അള്ളാഹുവിനെ പഠിക്കേണ്ടത് പ്രകാരം പഠിച്ചില്ല എന്നതാണ്. മനസ്സിലാക്കേണ്ട മുറപ്രകാരം മനസ്സിലാക്കിയില്ല എന്നതാണ്. അള്ളാഹുവിനെ അറിയേണ്ടത് പ്രകാരം അവർ അറിഞ്ഞില്ല എന്നതാണ്. ഒരു പാമ്പ്, ഇതാ പാമ്പ് ഇറങ്ങണ കാലം അല്ലെ, ചൂടായിട്ട് മാളങ്ങൾക്കുള്ളിൽ നിൽക്കാൻ പറ്റാതെ വിഷജീവികളൊക്കെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ആളുകളെ പാമ്പ് കടിച്ചിട്ടുണ്ട്. ഇപ്പൊ ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എങ്ങാനും ഒരു പാമ്പ് ഈ ആൾക്കൂട്ടത്തിലേക്ക് ആ കസേരന്റെ ഇടയിൽ കൂടി വന്നാല് നമ്മൾ എന്താ ചെയ്യുക? എല്ലാവരും പാടെ കസേര എടുത്ത് ഓടൂലേ? എന്തേ കാര്യം? ആ പാമ്പ് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്, അതിന് വിഷമുണ്ട് എന്ന് നമുക്കറിയാം. അത് കൊത്തിയ വലിയ പ്രശ്നമാണ്. പേടി ഉണ്ടാവില്ലേ നമുക്ക്? ആരെ പേടിക്കാത്തോല്? അപ്പൊ നമ്മൾ ഓടും. ആ പാമ്പ് എന്ന് പറയും, വടിയെടുക്കും, അടിക്കാൻ നോക്കും അല്ലേ, പേടിച്ചോടും. അപ്പൊ ഒരാള് വന്നിട്ട് പറയണ്, അങ്ങനെ ഒരു പാമ്പൊന്നുമില്ല, അതൊന്നുമില്ല, വെറുതെ നിങ്ങൾക്ക് തോന്നുകയാണ്, അതൊന്നുമില്ല എന്ന് പറഞ്ഞാലോ നമ്മൾ സമ്മതിക്കോ? ഇല്ല. അതെന്താ? നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മൾ അതിന് പ്രിക്കോഷൻ എടുക്കും. അപ്പൊ പാമ്പിനെ നമ്മൾ പേടിക്കും. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യൂല, ആ പാമ്പിനെ വേറെ നിലക്ക് ചില ആൾക്കാർ പേടിക്കലുണ്ട്. അതെന്താ? ആ പാമ്പിന്റെ ഒരു രൂപം ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ഒരു തിരിയൊക്കെ കത്തിച്ച് വെച്ച് അതിൽ കുറച്ച് എണ്ണയൊക്കെ പാർന്ന് എന്നും രാവിലെ അതിന്റെ മുമ്പിൽ പോയിട്ടൊന്ന് വണങ്ങി ഒന്നും പ്രാർത്ഥിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അതിനാണ് എന്ത് പറയാ, സർപ്പക്കാവുകൾ തന്നെ ഉണ്ട് നമ്മളെ നാടുകളിൽ. അതും ഒരു പേടിയാണ് അല്ലേ? എന്താ ഇതിന്റെ മുമ്പിൽ ഞാൻ ഇന്നൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, എണ്ണ പാർന്നിട്ടില്ലെങ്കിൽ, വിളക്ക് കത്തിച്ചില്ലെങ്കിൽ ഇന്നത്തെ ദിവസം എൻ്റെ ഇത് പോയി. അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പേടിയാണ്. വിഷയം മനസ്സിലായപ്പോ? അതിന് കാര്യമല്ല കാരണമല്ല, അത് അഭൗതികമായ മാർഗത്തിലുള്ള പേടിയാണ്. കാരണം എന്താ? ഈ പാമ്പിന്റെ രൂപം എന്ത് ചെയ്യാനാ? എങ്ങനെയാണ് അതിൽ നിന്ന് നമുക്ക് ഷെറുണ്ടാകുക, പ്രശ്നം ഉണ്ടാകുക? നമുക്കറിയില്ല. അതെന്തോ ഒരു മറിഞ്ഞ വഴിയിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ആ പൂജ നടത്തുന്നത്. ആ പൂജ ശിർക്കാണ്. ആ പേടി ഇസ്ലാമികമായി തെറ്റാണ്. അതൊരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. എന്നാൽ കണ്ണുകൊണ്ട് കാണുന്ന സാധാരണ ഒരു പാമ്പ് വന്നാലോ ആ പേടി എന്തല്ല, യഥാർത്ഥത്തിൽ നമുക്ക് തൗഹീദിന് എതിരായ ഒരു പേടിയല്ല, അത് ശിർക്കിന്റെ പേടിയല്ല. ഇപ്പൊ വിഷയം മനസ്സിലായോ? കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് ഇങ്ങനെ മുട്ടുകുത്തി പോയിട്ട് ഒരു കാലൈക്കിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് അടിച്ചു വാരണ ഉമ്മ പെട്ടെന്ന് കണ്ട്, പടച്ചോനെ എന്റെ കുട്ടിയാണല്ലോ അത് അല്ലേ? അപ്പോ ബഷീറെ കുട്ടിനെ കാക്കതാ, കുട്ടിയതാ കേറ്റിക്ക് പോണു.
ഓ ബഷീർ അതിന്റെ ഉള്ളിലുണ്ട്, ഈ കുട്ടിന്റെ വാപ്പ. അപ്പൊ ആ വിളി ഒരു കുഴപ്പമില്ല. കാരണം എന്താ, ബഷീർ കേട്ട് ബഷീർ വന്ന് കുട്ടിയെ പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകും. അത് കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള ഒരു വിഷയമാണ്. ആ പേടി ഇതാണ് ഉമ്മ നിലവിളിച്ചത്, ബഷീറിനെ വിളിച്ചത്. അത് തൗഹീദിനെതിരല്ല, അത് ശിർക്കല്ല. എന്നാൽ ബഷീർ നേരത്തെ മരിച്ചു പോയിക്കണമെന്ന് വിചാരിക്കുക. ഈ കുട്ടിന്റെ വാപ്പ നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പൊ ഉമ്മ എന്ത് ചെയ്തു, കുട്ടിനെ കണ്ടപ്പോ എന്റെ ബഷീറേ എന്റെ കുട്ടിനെ കാക്കേ എന്ന് പറഞ്ഞു. അത് കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തുള്ള പേടിയാണ്. എന്താ കാര്യം, എന്താ കാരണം? ഒരു കാര്യമല്ല, അവിടെ ഒരു കാരണമല്ല. അതാ ബഷീർ ഇത് കേൾക്കൂല ഈ വിളിക്കുന്നത്, ബഷീറോട്ട് വരൂല്ല, വന്ന് രക്ഷിക്കൂല, ഈ കുട്ടിനെ രക്ഷിക്കൂല. എന്നിട്ടും ബഷീറിനെ വിളിക്കുന്നു. അതെങ്ങനെ ബഷീർ കേൾക്കും? അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മറഞ്ഞ വഴിയിലൂടെ ബഷീർ കേൾക്കുന്നു വിശ്വസിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ വിളിക്കുന്നത്. അത് ശിർക്കാണ്, അത് തൗഹീദിനെതിരാണ്. ഇപ്പൊ വിഷയം മനസ്സിലായോ? രണ്ടു പേടിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? എത്ര ക്ലിയർ അത്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശുദ്ധമായ തൗഹീദോടുകൂടി നമുക്ക് ജീവിക്കാം. അത് പിശാച്ചാകട്ടെ, ജിന്നാകട്ടെ, സിഹറാകട്ടെ, എന്താകട്ടെ, അവർക്കൊന്നും തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ ഒന്നും നമ്മളെ ചെയ്യാൻ കഴിയില്ല. വമാകും ബിദാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. സൂറത്ത് ബഖറയിലെ ആയത്താണ്. വമാകും ബിദാരിന ബിഹി, അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ അഥവാ അതുകൊണ്ട്, ആ സിഹറുകൾ കൊണ്ട് യാതൊരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. ഏതോടുകൂടി? അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ. എന്നാൽ അതിന്റെ മറുവശം എന്താ? അള്ളാഹ് അനുവദിക്കുകയാണെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അകത്തു നിന്നുകൊണ്ട് അത്തരം ജീവികൾക്ക് അവരുടെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അങ്ങനെ ചില ദോഷങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. അത് ഏതുപോലെയാണ്? പാമ്പ് വന്ന് കൊത്താൻ അത് ആ പ്രയാസമുണ്ടാകുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന പേടി അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ലാതെ മറഞ്ഞൊരു വഴിയിലൂടെ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു വഴിയിലൂടെ, അഭൗതികമായ മാർഗത്തിലൂടെ ഒരു ജിന്നിനും ഒരു ശൈത്താനും ഒരു കുട്ടിച്ചാത്തനും ഒരു സേവ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് വിശ്വസിക്കുന്നതോടുകൂടി നമ്മൾ ഒരിക്കലും തന്നെ കോഴിമുട്ടയെ ഭയപ്പെടേണ്ട കാര്യമില്ല. കോഴിമുട്ടയിൽ എന്തെങ്കിലും എഴുതി വെച്ചത് എനിക്ക് പ്രയാസമുണ്ടാക്കും, അത് കാര്യകാരണ ബന്ധങ്ങൾ അതീതമായ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടാക്കും എന്നൊരു വിശ്വാസിക്ക് ഭയമേ ഉണ്ടാകേണ്ടതില്ല. അപ്പോൾ ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിന്റെ പാതയിലൂടെ നമുക്ക് നിർഭയമായി സഞ്ചരിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിർഭയത്വം തൗഹീദിലൂടെ മാത്രമേ നമുക്ക് കരഗതമാക്കാൻ കഴിയുകയുള്ളൂ. ആ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം. എന്തിനാ ഇതൊക്കെ തർക്കത്തിന്റെ മൂലയിലേക്ക് കൊണ്ടുപോണത്? എല്ലാ ഈ തൗഹീദാണ് പറയാൻ തുടങ്ങിയ വേഗം ചില മുസ്ലിയാക്കന്മാർ വന്ന് വേഗം തർക്കത്തിന്റെ ഭാഷയിലേക്കാണ് അത് കൊണ്ടുപോവുക. കേട്ടാ തോന്നുന്നത് ഖുർആനിലും ഹദീസിലും ഒക്കെ അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ളതാണ് മുഴുവൻ ആയത്തുകളും. ആ രീതിക്കാണ് എന്ത് ചെയ്യാണ്ട് ആഖ്യാനിച്ചു കൊണ്ടുവരിക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും അല്ല, ഞാൻ ഒന്നും കൂടി വിവച്ഛേദിച്ചു പറയാം. മുഹിയുദ്ദീൻ ഷേഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ അത്യാസന്നമായ ഘട്ടങ്ങളിൽ അവരോട് സഹായം അർത്ഥിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന, മമ്പുറം തങ്ങളെ എന്ന് വിളിക്കുന്ന ആരെങ്കിലും എന്റെ ശബ്ദത്തിന്റെ പരിധിയിലുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയോ? വിശുദ്ധ ഖുർആനിലെ മുഴുവൻ പ്രാർത്ഥനയും അല്ലാഹുവിനോടാണ്. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ നാഥൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. തീർച്ചയായും ഞാൻ ഏറ്റവും അടുത്തുള്ളവനാകുന്നു. പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഉത്തരം നൽകുന്നതാണ്. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളുടെ തിന്മകൾ മായ്ച്ചു കളയുകയും ചെയ്യണമേ. റബ്ബിജ്അൽനീ മുഖീമസ്സലാത്തി വമിൻ ദുരിയതി. എന്റെ നാഥ, എന്നെയും എന്റെ സന്തതികളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. ഇങ്ങനെ തുടങ്ങി ഖുർആനിൽ വന്ന ഏതൊരു പ്രാർത്ഥനയും അല്ലാഹു അല്ലാത്ത ഒരാളോട് നമുക്ക് കാണാൻ കഴിയില്ല. മരണസമയത്താണല്ലോ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാം. മരണാസന്നരായ പ്രവാചകന്മാരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആ സമയത്ത് ഏതെങ്കിലും ഒരു പ്രവാചകൻ, അതിനു മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകനെ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ?
ഇല്ല എന്ന് മാത്രമല്ല, എല്ലാവരും തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം എന്താ? യാക്കൂബ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം എന്നിവർ തന്റെ മക്കളോട് മരണസമയത്ത് ചോദിച്ച ചോദ്യം എന്താ? ഇത് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ഏതിനെയാണ് ആരാധിക്കുക? അവര് പറഞ്ഞു, തങ്ങളുടെയും തങ്ങളുടെ പിതാക്കളുടെയും ദൈവമായ ആ ഏകദൈവത്തെ അഥവാ അല്ലാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ. ലുക്മാനുൽ ഹക്കീം മകന് നൽകിയ ഏറ്റവും വലിയ സതുപദേശം എന്തായിരുന്നു? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. എന്റെ പ്രിയ പൊന്നാര മകനെ, നീ അല്ലാഹുവിൽ ഒരിക്കലും പങ്കുചേർക്കരുത്. തീർച്ചയായും ശിർക്ക് എന്നത് വലിയ അക്രമം തന്നെയാകുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മരണസമയത്ത് തന്റെ മകനോട് കൽപ്പിച്ചതെന്താ? ആമുറുക ബിലാ ഇലാഹ ഇല്ലാ ബില്ലാഹ്, ഞാൻ നിന്നോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കാൻ ഇതാ കൽപ്പിക്കുന്നു. 7 ആകാശങ്ങളെക്കാളും ഭൂമിയെക്കാളും തൂക്കമുള്ള വചനമാകുന്നു അത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന് 5 ദിവസം മുമ്പ് രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം താക്കീത് നൽകിയതെന്താ? അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ ഇന്നി അൻഹാകും അൻ ദാലിക്. അറിയുക, നിങ്ങൾ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കരുത്. തീർച്ചയായും ആ കാര്യത്തെ ഞാൻ നിങ്ങളോടിതാ നിരോധിച്ചിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി എല്ലാ പ്രവാചകന്മാരുടെയും വസിയത്ത് ആ സമയത്ത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന വിഷയമാണ്. പ്രതിസന്ധികൾ നമുക്ക് മാത്രമല്ല, പ്രവാചകന്മാർക്കുണ്ടായിട്ടില്ലേ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു തെറ്റ് സംഭവിച്ചപ്പോ പ്രാർത്ഥിച്ചത് ആരോടാ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ നാഥാ, ഞങ്ങളോട് തന്നെ ഇതാക്രമം ചെയ്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഇതാ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കഠിനമായ രോഗം ബാധിച്ചപ്പോ സങ്കടത്തോടുകൂടി പ്രാർത്ഥിച്ചതാരോടാ? മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടല്ല. അന്നീ മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റാഹിമീൻ, എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു റബ്ബേ, നീയാകട്ടെ കരുണയിൽ ഏറ്റവും കാരുണ്യമുള്ളവനാണല്ലോ, കാരുണ്യത്തിന്റെ നിധിയാണല്ലോ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലെ ഇരുട്ടിലകപ്പെട്ടവ പ്രാർത്ഥിച്ചതാരോടാ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, നീയല്ലാതെ യാതൊരു ദൈവവുമില്ല, നീ അത്ര പരിശുദ്ധനാണ്, തീർച്ചയായും ഞാൻ ഇതാ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് ആ പരമമായ നിസ്സഹായാവസ്ഥയിൽ തേടിയതാരോടാ? റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, എന്റെ നാഥാ, നീ എനിക്ക് ഇറക്കി തരുന്ന ഏതൊരു നന്മക്കും ഞാനിതാ ആവശ്യക്കാരനായിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഏത് പ്രവാചകനങ്ങൾ എടുത്തു നോക്കി, അവരെല്ലാവരും തന്നെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോ ജാറത്തോടും മക്ബറയോടും കഴിഞ്ഞുപോയ പ്രവാചകന്മാരോടും അവരുടെ കബറിടങ്ങളോടും ഒരിക്കലും തേടിയിട്ടില്ല, തേടാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഏകനായ റബ്ബുൽ ആലമീനോട് മാത്രമാണ് തേടിയിട്ടുള്ളത്. അവരൊക്കെ ലോകത്തോട് വന്ന് പറഞ്ഞതെന്താ? യാ ഖൗം ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. നൂഹ് നബി പറയാണ്, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവീൻ, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദൈവവുമില്ല. ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതെന്താ? യാ ഖൗം, ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കും, മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതെന്താ? യാ ഖൗം, ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കും, മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഹുവ അൻശഅകും മിനൽ അർള്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവീൻ, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദൈവവുമില്ല, അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതാരോടാ? വ ഇബ്രാഹിമ ഇദ് ഖാല ലിഖൗമിഹി ഉഅ്ബുദുല്ലാഹ വത്തഖൂ, ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം എന്നാണ്. ശുഐബ് നബി പറഞ്ഞതെന്താ? യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, നിങ്ങൾ അല്ലാഹുവിനല്ലാതെ ആരാധിക്കരുത്, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദൈവവുമില്ല. ഈസാ നബി പറഞ്ഞതെന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ഏത് പ്രവാചകനെ നിങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്കി. അത് എത്ര ഓതാനുള്ള കാരണം എന്താ അറിയും? ആളുകൾ പറഞ്ഞ് അഭിരമിച്ച് ഇതിന്റെ പേരിൽ സംവാദങ്ങളും തർക്കങ്ങളിലും ഏർപ്പെട്ട് കേട്ടാ തോന്നുന്നത് ഖുർആനിലും ഹദീസിലും ഒക്കെ ഉള്ള ആയത്തും ഹദീസും ഒക്കെ നോക്കിയാൽ ഒക്കെ ഇവിടുത്തെ മഹാന്മാരോടും ആൾക്കാരോടും ഒക്കെ പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനാണ് തോന്നിപ്പോകും. ഇത് കേൾക്കുന്ന ആരെങ്കിലും മൊയ്യദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ, CM വലിയുള്ള ഞങ്ങളുടെ പടച്ചോനാണെന്ന പാട്ട് പാടുന്നുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾ ആലോചിച്ചോളൂ, ഇതൊരിക്കലും ഖുർആൻ പഠിപ്പിച്ചതല്ല.
ഒരിക്കലും തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. അതിൽ നിന്ന് നമ്മൾ മടങ്ങുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നുള്ളൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, ഏതൊരു വിഷയവും സത്യവും അസത്യവും ഉണ്ടാവും, രാവും പകലും ഉണ്ടാവും. അതിൽ ഒന്നേ ശരിയുണ്ടാവും. ആ ശരി ഒരാളാണ് പറഞ്ഞാൽ അവൻ ആ പറയുന്നതിന്റെ പേരിൽ വേഗം ചാപ്പയടിക്കുന്ന, മുദ്രയടിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തൗഹീദിന്റെ മഹത്വവും ശിർക്കിന്റെ ഗൗരവവും ഞാനിവിടെ വെച്ചാണ് പറഞ്ഞാൽ അത് കേൾക്കുന്ന ആളുകൾ പറയുന്നത് ഇവർക്ക് ഇതൊന്നും അല്ലാതെ പറയല്ലേ അല്ലേ? ഇതുപോലുള്ള പ്രസംഗങ്ങൾ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ പറയുന്ന കാര്യമാണ് എന്ത്, എന്തൊക്കെ വിഷയം നാട്ടിൽ പറയാണ്ട്, ഇത് ഈ തർക്കമല്ലാത്ത വേറൊന്നും നിങ്ങൾക്ക് പറയാല്ലേ, ഈ പ്രാർത്ഥന അല്ലാതെ ഒന്നും നിങ്ങൾക്ക് പറയാല്ലേ, ഇത് ശ്മശാന വിപ്ലവമാണ് എന്ന് മലയാളത്തിൽ എഴുതിയ ആളുകളുണ്ട്. നിങ്ങൾ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുകയാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അഥവാ ഹക്കായിട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരില് നിങ്ങൾക്ക് ഇതൊന്നും അല്ലാതെ പറയല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന വരി ഇതെന്ത് വെച്ചാൽ ഈ കാലത്താണോ ഇപ്പൊ ഇതൊക്കെ പറയാ, അങ്ങനെ ചോദിക്കുക. ഇവിടെ മുസ്ലിം സമുദായം വേറെ എന്തൊക്കെ വിഷയങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഫാസിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലത്ത് മൈക്ക കെട്ടി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണോ പറയുന്നത്? ഇതാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അള്ളാഹുവിനോട് മാത്രം എന്നതിനാ പറയുന്നത്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചോട് നിങ്ങൾക്ക് എന്താ? അതൊന്നും അല്ലല്ലോ സമുദായത്തിന്റെ പ്രശ്നം. എന്നാൽ കണ്ണുള്ളവർ കാണുക, കാതുള്ളവർ തുറന്ന് കേൾക്കുക. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരാൾക്കൂട്ടമായി വളരേണ്ടവരല്ല, ഒരാൾക്കൂട്ടമായി ജീവിക്കേണ്ടവരല്ല. വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടി കൃത്യമായ പ്രമാണബദ്ധിതമായി മുന്നോട്ട് പോകേണ്ട ഉത്തമമായ സമൂഹത്തിന്റെ പേരാണ് മുസ്ലിം സമൂഹം, മുസ്ലിം സമുദായം, മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത്. അതിനെ ഇന്നൊരാൾക്കൂട്ടമായി ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ വരുന്ന ആളുകൾ കമ്മാനമാടാൻ എറിഞ്ഞു കൊടുക്കേണ്ട ഒരു സമുദായമല്ല മുസ്ലിം സമുദായം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? അവസാന കാലഘട്ടമാകുമ്പോ വിശന്ന ആളുകള് ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടി വരുന്നത് പോലെ അവസാന കാലാവുമ്പോ മുസ്ലിം സമുദായത്തിന്റെ നേരെ ഇസ്ലാമിന്റെ ശത്രുക്കളും ആരോപകരും ഒക്കെ കൈനീട്ടി വരും. എല്ലാവരും വളയും ഈ സമുദായത്തെ. അപ്പൊ ചോദിച്ചു പ്രവാചകർ, അന്ന് മുസ്ലിങ്ങൾ കുറവായിരിക്കോ കൂടുതലായിരിക്കും എന്ന് ചോദിച്ചു. എന്താ തർക്കം? കൂടുതലായിരിക്കും, കുറവൊന്നല്ല ഉണ്ടാവും, കൂടുതലുണ്ടാവും. പക്ഷേ അവരവസ്ഥ എന്താവും എന്നറിയോ? ചപ്പ് ചവറുകളെ പോലെ ആയിരിക്കും, വെള്ളത്തിൽ ഒഴുകുന്ന ചപ്പ് ചവറുകളെ പോലെയാവും എന്റെ ഉമ്മത്തിൽ നിന്നൊരു വലിയ വിഭാഗം ആളുകൾ. എന്നിട്ടോ ശത്രുക്കളുടെ മനസ്സിൽ ഇവരുടെ സമുദായത്തിന്റെ മനസ്സിൽ വഹിനിട്ട് കൊടുക്കുന്നതാണ്. മറ്റ് ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള ആ പേടി ഇല്ലാതെയാക്കുകയും ചെയ്യും. അങ്ങനെ കാലം വരും. അതല്ലേ ഇപ്പൊ വന്നിട്ടുള്ളത്. എന്താ അതിന്റെ കാരണം എന്നറിയോ? അതിന്റെ കാരണം എന്താ അറിയാം? അങ്ങനെ ആ കാരണം ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം, മരണത്തോടുള്ള വെറുപ്പ്, ഭൗതികത. ഇതാണ് ലോകം, ഇതാണ് ജീവിതം, ഇത് അടിച്ചു പൊളിക്കാനുള്ളതാണ് അല്ലേ? ഏ ഗേസ് അങ്ങനെയുള്ള ഇപ്പൊ വിളിക്കുക പുതിയ തലമുറ. എല്ലാരും യൂട്യൂബിൽ വന്നിട്ട് ഏ ഗേസ് എന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ടോ നമുക്ക് അടിച്ചു പൊളിക്കല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് അടിച്ചു പൊളിക്കന്നെ. എന്താണ് ജീവിതം? ഞാൻ എന്തിനാണ് ഈ ദുനിയാവിലേക്ക് വന്നത്? ഇതിനെ സംബന്ധിച്ചൊന്നും യാതൊരു ധാരണയുമില്ലാതെ ഒഴുകുന്നവരോടൊപ്പം ഒഴുകുന്ന ഒരു സമൂഹത്തെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമൂഹത്തിന് ആളും അർത്ഥവും ഉണ്ടാകണമെങ്കിൽ, കാമ്പും കാതലും ഉണ്ടാകണമെങ്കിൽ, ഈമാനും ശക്തിയും ഉണ്ടാകണമെങ്കിൽ അവരെ അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിക്കണം, പരലോക വിശ്വാസത്തിലേക്ക് തിരിച്ചു വിളിക്കണം, ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിലേക്ക് തിരിച്ചു വിളിക്കണം. ആ ഏകദൈവ വിശ്വാസത്തിലേക്ക് അഥവാ ശുദ്ധമായ തൗഹീദിലേക്ക് കേരള ജനതയെ വിളിച്ചു വരുത്തുന്ന അതിനുവേണ്ടിയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിർഭയത്വം തൗഹീദിലൂടെ എന്ന് നേർക്കുനേരെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമുമായി മുന്നോട്ട് പോകുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് നമ്മൾ ഏറ്റെടുക്കണം, ഇത് നമ്മൾ ഏറ്റെടുക്കണം. എല്ലായിടത്തും ഇതിന്റെ പ്രോഗ്രാമുകൾ അയൽക്കൂട്ടമായിട്ടും ക്ലാസ്സുകളായിട്ടും സ്ക്വാഡ് വർക്കുകളായിട്ടും നമ്മളെ നാട്ടിൽ ഒരു പരിപാടിയെങ്കിൽ ഈ വളവന്നൂർ മണ്ഡലത്തിൽ എത്ര യൂണിറ്റുകളുണ്ടോ, എത്ര കവലകളുണ്ടോ, അവിടങ്ങളിലൊക്കെ നടക്കട്ടെ, പ്രയാണങ്ങൾ നടക്കട്ടെ. ആളുകൾ ഇന്ന് റീൽസിന്റെ പിന്നാലെയാണ്.
റീൽസിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹം റീൽസിന് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിയൽ ജീവിതം ആർക്കും അറിയില്ല. യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് പലർക്കും അറിയില്ല. കുട്ടികൾക്കൊക്കെ വിവാഹം എന്ന് പറഞ്ഞാൽ കുറെ ക്യാമറാമാൻമാരെ കൊണ്ടുവന്ന് അത് ഷൂട്ട് ഔട്ട് ചെയ്ത് അത് റീൽസ് ആക്കിയിടുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഡൈവേഴ്സിന്റെ എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടിയടിച്ച പോലെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ടന്നെയാണ് പോയത്, അല്ലേ? എന്താ ജീവിതം എന്നറിയില്ല. അതുകൊണ്ട് എനിക്കിനോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ തിരിച്ചു വരണം. നമ്മൾ നമ്മുടെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വരണം. ഈ വെർച്വൽ വേൾഡിൽ നിന്ന് നമ്മൾ യാഥാർത്ഥ്യ ലോകത്തിലേക്ക് നമ്മളും നമ്മുടെ മക്കളും തിരിച്ചു വരണം. അതിന് പറ്റുന്നൊരു അന്തരീക്ഷമാണ് ഇപ്പൊ ഈ വേനൽക്കാലം എന്ന് പറയുന്നത്. ചില രക്ഷിതാക്കൾ പറയും, എന്താ ഈ കുട്ടികളെ കൊണ്ട് കാട്ടുക, എന്താ ഈ കുട്ടികളെ കൊണ്ട് ചെയ്യാം, എന്തോ ഒരു എട്ടങ്ങേറി കൂടി, എന്നാ ഇപ്പൊ സ്കൂൾ തുറക്കുക, അല്ലേ? ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഈ ചൂടത്ത് ക്ലാസ് എടുത്താൻ പാടില്ല. അതുകൊണ്ട് നമ്മളെ കുട്ടികളെ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. ഞാൻ സഹിക്കുക എന്നുള്ള വാക്ക് ഒഴിവാക്കിയിട്ട് പറയണത് എന്താ അറിയോ, ഇതൊരവസരമായിട്ട് നമ്മൾ കാണണം. നമ്മളെ കുട്ടികളോട് നമുക്കൊന്ന് സംസാരിക്കാൻ ഇപ്പം ഈ കാലത്ത് നമുക്ക് നേരമുണ്ടോ, സമയമുണ്ടോ? ആർക്കും സമയമില്ല. കുട്ടികൾ സ്കൂളിൽ പോവും, നമ്മൾ കടയ്ക്ക് പോവും, അല്ലെങ്കിൽ സ്കൂളിൽ പോവും, നമ്മൾ വേറെ പരിപാടിക്ക് പോവും. വാപ്പ വീട്ടിൽ വരുമ്പോൾ കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഉമ്മാൻ്റെ പിന്നാലെ കുട്ടികൾ വന്നുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് അപ്പം തിരിഞ്ഞെന്നതിന് വർത്താനം പറയാൻ നേരം ഉണ്ടാവില്ല. ഇതിപ്പോൾ പോയിക്കാന്ന് അറിയും. അപ്പോൾ ഈ കുട്ടി അവസാനം ആരും ഇല്ലാതെ പിന്നെ അവസാനം മൊബൈൽ ഫോൺ നമുക്ക് തന്നെ പോകും, ആ ഗെയിമിക്ക് തന്നെ പോകും. ആ 24 മണിക്കൂർ ആ ഗെയിം തന്നെ പിന്നെ എന്തോ കോലത്തിലായി മാറുകയാണ്. അതുകൊണ്ട് ഞാൻ പറയണത്, നിങ്ങൾ ഈ വേനൽക്കാലത്ത് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുട്ടികൾക്ക് കുറച്ച് സമയം നമ്മൾ കൊടുക്കുക. കുട്ടികളോടൊപ്പം ജീവിക്കാൻ എനിക്ക് സമയം കിട്ടിയിരിക്കുന്നു. അതിന് ഈ വേനൽക്കാലം, ഈ അവധിക്കാലം ഞാൻ ആ നിലക്ക് ഉപയോഗിക്കും. നല്ല ഷെഡ്യൂൾ ഉണ്ടാക്കുക, കുട്ടികളുമായി ജമാഅത്തായി നിസ്കരിക്കാൻ പോവുക, രാവിലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കുട്ടികൾ കാണട്ടെ, അപ്പോഴല്ലേ കുട്ടികൾ അങ്ങനെ ജീവിക്കുക. നമ്മളൊരു മാതൃകയായി ജീവിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ തലമുറയെ ശരിയായ യാഥാർത്ഥ്യ ബോധത്തിൽ, ഈ ലിബറലിസത്തിന്റെ, മതനിരാസത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച് വീശുമ്പോൾ മറുഭാഗത്ത് ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും അലമാലകൾ അലയടിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ജീവിതമാകുന്ന നമ്മുടെ നൗകയെ, നമ്മുടെ ഈ കപ്പലിനെ ഈ അലമാലകളിൽ ആടിയുലയാതെ, ഈ കൊടുങ്കാറ്റിൽ പാറിപ്പറക്കാതെ അതിനെ സംരക്ഷിച്ചു നിർത്തുക എന്നത് ഈ കപ്പലിന്റെ കപ്പിത്താന്മാരായ രക്ഷിതാക്കളുടെ ഈ കാലഘട്ടത്തിന്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഏറ്റെടുക്കണമെന്നാണ് കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന പ്രമേയത്തിലൂടെ വിസ്ഡം സ്റ്റുഡൻസ് പറയുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാകുമ്പോ ഏതെങ്കിലും സിദ്ധന്മാരുടെയും തങ്ങന്മാരുടെയും പിന്നാലെയല്ല നിങ്ങൾ പോകേണ്ടത്. CM മടവൂര് ഞങ്ങളെ പടച്ചോനാണെന്നുള്ള പാട്ടല്ല നിങ്ങൾ പാടേണ്ടത്. ഞങ്ങൾക്ക് എന്ത് വിഷമം വന്നാലും ഞങ്ങൾക്ക് അല്ലാഹുവുണ്ട്, ഞങ്ങൾ റബ്ബുൽ ആലമീനുണ്ട് എന്ന ആ തൗഹീദിന്റെ ആ ആത്മസത്തയിലേക്ക് നമ്മൾ തിരിച്ചു വരിക. അങ്ങനെ തൗഹീദിലൂടെ നിർഭയത്വം നേടിക്കൊണ്ട് മരിച്ചു പോകുവാൻ നമുക്ക് കഴിയണം. സുഹൃത്തുക്കളെ, ഏത് സമയത്താണ് മരിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഈ കഴിഞ്ഞ ദിവസമാണ് 10 ആളുകളാണ് ഒരു സ്കൂളിൽ നിന്ന് ടൂറ് പോയിട്ട് എന്ത് ചെയ്തത്, മരണപ്പെട്ടത്. ഒന്നാലോചിച്ച് നോക്കി. ആർക്കെങ്കിലും ഇന്ന് ഞാനിപ്പോൾ പോരുമ്പോൾ ആ പ്രദേശത്ത് കൂടിയാണ് കടന്നു വന്നത്. ഒരിക്കലും ഓർക്കാൻ കഴിയും, ഞങ്ങൾ അധ്യാപകർക്കൊന്നും അത് ഓർക്കാൻ കഴിയില്ല. ഒരു സ്കൂളിൽ നിന്ന് ടൂറ് പോയി തിരിച്ചു വരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം അവിടെ വേറെ പുതിയ അധ്യാപകരെ പോസ്റ്റ് ചെയ്തത് പത്രത്തിൽ കണ്ടു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ ഇശാസ്കരിക്കാൻ എത്ര ആൾ പോവും, എത്ര ആൾ പൂർത്തിയാക്കും, നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല, ആർക്കും പറയാൻ കഴിയില്ല. നമുക്കൊരു തോന്നലാണ് നമ്മളിവിടെ എല്ലാ കാലത്തും ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ പരസ്പരമുള്ള ആക്ഷേപവും കുത്തിപ്പറച്ചിലുകളും, ഇപ്പം ഈ പരിപാടി കഴിഞ്ഞ് ഇതിൻ്റെ എന്തെങ്കിലും ഒരു പ്രസംഗം ഇപ്പോൾ യൂട്യൂബിലുണ്ടല്ലോ, അതിൻ്റെ കമൻ്റ് ഒന്ന് വായിച്ചു നോക്കൊണ്ടു. ആ കമൻറ്റിൽ വന്നിട്ട് ഇങ്ങനെ ചീത്ത പറയുന്നുണ്ടാവും, എടാ ജിന്നെ, എടാ ശൈത്താനെ, എടാ പിശാച് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയും. അതിന് ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലോണം ആലോചിച്ചുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രവാചകന്മാർ അഖിലവും പറഞ്ഞ ആ തൗഹീദിൻ്റെ വഴിയിലൂടെയാണ് മുന്നോട്ട് പോകുക. അവർ എല്ലാ പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർ മാരണക്കാരനാണെന്ന് പ്രവാചകനെ വിളിച്ചിട്ടുണ്ട്, അല്ലേ? കുടുംബത്ത് കുഴപ്പമുണ്ടാക്കിയാണെന്ന് വിളിച്ചിട്ടുണ്ട്. അതൊന്നും കുടുംബത്ത് കുഴപ്പമുണ്ടാക്കിയതുകൊണ്ടല്ല, മാരണം ചെയ്തതുകൊണ്ടല്ല, അതൊക്കെ പ്രവാചകന്മാർ സത്യം പറഞ്ഞതുകൊണ്ടാണ്. അതുപോലെ ആ പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദ് അതേപോലെ തന്നെ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വാദിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു സംഘമാണിത്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ മാറ്റിവെച്ചുള്ള കാലം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിപ്പറയാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും ഉപയോഗിക്കാതെ നമ്മളെ കബർക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ എന്ന് ശരിക്കും ആലോചിച്ച് പശ്ചാത്തപിച്ച് ഉള്ള കാലം നന്മ ചെയ്യാനും തൗഹീദിൻ്റെ മാർഗത്ത് പ്രവർത്തിക്കാനും
ഈ പ്രബോധന രംഗത്ത് നിലകൊള്ളാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുടുംബത്തെ ആ വഴിക്ക് ചിന്തിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ മൂസ സ്വലാഹി ഇതിന് ശേഷം, നിസ്കാരത്തിന് ശേഷം ഇതിൻ്റെ അടുത്ത ഒരു ഭാഗം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. എങ്ങനെയാണ് നമ്മുടെ നാട് മാറിയത്, എങ്ങനെയാണ് ഇവിടെ നവോത്ഥാനമുണ്ടായത്, നവോത്ഥാനത്തിൻ്റെ ആധാരശിലകൾ എന്താണ്, ഇനി നമ്മുടെ വരും തലമുറയുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, ഇവിടെ പുതിയ അവകാശവാദങ്ങളുടെ, അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളുടെ കെട്ടുകാഴ്ചകൾ എന്താണ്, ഇതൊക്കെ സവിസ്തരം ഇവിടെ പ്രതിപാദിക്കും. എല്ലാവരും പൂർണ്ണമായി പരിപാടി കഴിയുന്നതുവരെ കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.